ഹലോ ട്രേഡേഴ്സ്. സോ നമ്മൾ ഈ ഒരു വീക്കെൻഡ് ഭയങ്കര ഞെട്ടിക്കുന്ന വാർത്തകളായിട്ടാണ് നമ്മൾ അറിഞ്ഞതല്ലേ. സോ മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രയേലും US ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള വലിയ ദുഃഖകരമായിട്ടുള്ള കുറേ വാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, എന്താണ് ഈ ഒരു വാറിൻ്റെ റീസൺ അല്ലേ? സോ പ്രധാനമായിട്ടും 2 റീസൺസ് ആണുള്ളത്. സോ ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതികൾ തടയുക എന്നുള്ളതാണ് ഫസ്റ്റ് ഉദ്ദേശം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇറാന്റെ ഭരണമാറ്റം ലക്ഷ്യമിട്ടിട്ടുള്ള കുറച്ച് നീക്കങ്ങളായിരുന്നു. സോ ഇതിന്റെ ഒരു സമാധാന ചർച്ച ജനീവയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിൽ. അതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവാത്തത് കൊണ്ടിട്ടാണ് ഫെബ്രുവരിയിൽ ആ ഒരു മീറ്റിംഗ് ആക്ച്വലി അലസിപ്പിരിയുകയും ഫെബ്രുവരി 28 ഇറാനിൽ ഫസ്റ്റ് അറ്റാക്ക് ഇസ്രയേൽ നടത്തുകയും ചെയ്തു. ഓക്കെ, സോ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമേലി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത നമ്മൾ അറിഞ്ഞു. അതിനുശേഷം ഇറാൻ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് നേരെ മിസൈൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ലോകത്തെ പ്രധാനമായിട്ടുള്ള എണ്ണ പാതയായിട്ടുള്ള സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ഇറാൻ അടച്ചു പൂട്ടി എന്നുള്ള വാർത്തയും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം 20% എണ്ണയിൽ വില വർധനവ് നമ്മൾ കണ്ടത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതെങ്ങനെ ഗോൾഡിൽ ബാധിച്ചു? ഗോൾഡ് ഇന്നലെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു 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 ഉയർച്ച ഗോൾഡിൽ ഉണ്ടായി. 5400 എന്ന് പറയുന്ന ഒരു ഓൾമോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഓൾ ടൈം ഹൈലോട്ടൊക്കെ സ്വർണ്ണവില പോവുകയും ചെയ്തു. സോ വാട്ട് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഫ്രം ദിസ്? സോ നമുക്ക് ഈ ഒരു വാർ വീണ്ടും മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, വലിയ രീതിയിലുള്ള ഒരു അക്രമം ഇനിയും ഉണ്ടാവുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും 5430 എന്ന് പറഞ്ഞ് ഇന്നലെ ഹൈ പോയ പെർ ഔൺസിന് അത്രയും പൈസ വരെ പോയിട്ടുള്ള അത്രയും ഡോളേഴ്സ് വരെ പോയതൊക്കെ ബ്രേക്ക് ചെയ്ത് 5600 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈലോട്ടൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറയുന്നത് ഈവൻ $6000 പോകാൻ $6000 പെർ ഔൺസ് ഒക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ അല്ല ഒരു സീസ് ഫയറിലോട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് താഴെ വീഴുകയും 5130 അല്ലെങ്കിൽ 5000 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. ഓക്കെ, സോ ആസ് ട്രേഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. ഫോമോ ഒഴിവാക്കുക. എവിടെയെങ്കിലും മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിൽ വെറുതെ മാർക്കറ്റിലോട്ട് ചാടി ഇറങ്ങാതിരിക്കുക. ഓൾവേസ് പുട്ട് സ്റ്റോപ്പ് ലോസ് ഇടാൻ നേരത്ത് ടൈറ്റൻ ചെയ്തിടാതെ കുറച്ച് വൈഡായിട്ടൊക്കെ ഇടുന്നതായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് നല്ലത്. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഷുഡ് ബി യുവർ പ്രൈമറി എയിം. പ്രൊട്ടക്ട് യുവർ ക്യാപിറ്റൽ ആൻഡ് ദെൻ ബിൽഡ് യുവർ വെൽത്ത്. താങ്ക് യു സോ മച്ച്.